ഗെയിമുകളെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ ഗെയിമിനെ കുറിച്ചാണ്. ഈ ഗെയിമിൻ്റെ പേരാണ് കാർ പാർക്കിംഗ് സിമുലേറ്റർ എന്നായിരുന്നു, അല്ല ക്ഷമിക്കണം, ഈ ഗെയിമിൻ്റെ പേരാണ് കാർ പാർക്കിംഗ് ഡ്രൈവിംഗ് സ്കൂൾ. ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഡീസൻറ്റ് ഗ്രാഫിക്സും നല്ല രീതിയിലുള്ള അപ്ഡേഷൻസും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഗെയിമിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഗെയിമിന് മറ്റൊരു പ്രത്യേകത, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഈ കാർ മോഡിഫൈ ചെയ്യാം. പല രീതിയിലുള്ള ഹോൺസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഫിറ്റ് ചെയ്യാം. റേസിംഗ് ഗെയിം ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഈ ഒരു ഗെയിം അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നതായിരിക്കും. റേസിംഗ് എന്ന് മാത്രമല്ല, അതിലുപരി കാർ പാർക്കിംഗ് അതുപോലുള്ള കുറച്ച് മോഡ്സ്, പിന്നെ ഓപ്പൺ വേൾഡായിട്ട് നിങ്ങൾക്ക് ഈ ഗെയിമിനകത്ത് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ മൾട്ടിപ്ലെയർ എന്ന രീതിയിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഗെയിം ആസ്വദിക്കാനായിരിക്കും സാധിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരുപാടധികം പ്രത്യേകതകളുള്ളൊരു ഗെയിമാണിത്. കാർ കസ്റ്റമൈസേഷനിലുപരി ഞാൻ ഇതിനകത്ത് കണ്ട മറ്റൊരു പോയിൻ്റാണ്, ഇതിനകത്ത് നമുക്ക് ക്യാരക്ടറിനെയും കസ്റ്റമൈസ് ചെയ്യാം. പല രീതിയിലുള്ള ഔട്ട്ഫിറ്റ്സ്, പല രീതിയിലുള്ള ഗ്ലൗസ്, ഷൂസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം നമുക്കിട്ട് ഒരു ക്യാരക്ടറിനെ നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ അതിനകത്തൊരു കോയിൻ്റെ ആവശ്യമുണ്ട്. ആ കോയിൻ നമുക്ക് ചിലതിനകത്ത് നമുക്ക് ആഡ് കണ്ടിട്ടാണെങ്കിലും നമുക്ക് സംഭവം കുറച്ച് സമയത്തേക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ചിലതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് വഴി അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഏത് രീതിയിലും കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. പിന്നെ നമുക്ക് മെയിലാണോ ഫീമെയിലാണോ അങ്ങനെയുള്ള കാര്യങ്ങളിലും അപ്പം ക്ലാരിറ്റി വരുത്താൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഗെയിം എന്ന് പറയുമ്പോൾ നല്ലൊരു ഡീസൻറ്റ് ഗ്രാഫിക്സിൽ നല്ല രീതിയിൽ ഒരു ഡെവലപ്പ് ചെയ്തൊരു ഗെയിമായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ കസ്റ്റമൈസേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഗെയിമിലേക്ക് കയറുന്നൊരു അവസ്ഥയിൽ ഈ പ്ലേ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് മൾട്ടിപ്ലെയർ മോഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുന്ന സമയത്തേക്ക് ഒരു ആഡ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവുന്നതായിരിക്കും. അത് ചിലപ്പോൾ ഡെവലപ്പേഴ്സ് പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കാം. ആ ഒരു സമയത്ത് മാത്രമേ എനിക്ക് ആഡ് ആ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളൂ. അല്ലാത്തുള്ള സമയത്തൊന്നും ബാക്കി ഓപ്പൺ വേൾഡ് നമ്മൾ ഓഫ്ലൈൻ കളിക്കുമ്പോഴാണെങ്കിലും അല്ലാതെ കരിയർ മോഡ് കളിക്കുമ്പോഴാണെങ്കിലും നമുക്ക് അങ്ങനൊരു പ്രശ്നം അനുഭവപ്പെട്ടില്ല. ഏകദേശം മൾട്ടിപ്ലെയറിലോട്ട് കയറുമ്പോഴാണ് ഈ ആഡ് നമുക്ക് ഇവിടെ വിസിബിൾ ആവുന്നത്. പിന്നീട് എടുത്തു പറയാനായിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ഇഷ്ടം പോലെ ഒട്ടനവധി കാറുകൾ നമുക്ക് മേടിക്കാൻ പറ്റും. കുറച്ച് പൈസ കൊടുത്താണ് നമുക്ക് മേടിക്കാൻ പറ്റും. നമുക്ക് പ്രീമിയം കാർസൊക്കെ ജസ്റ്റ് 40 രൂപയ്ക്ക് ഗെയിമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം വാങ്ങുക. അല്ലാതെ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി വാങ്ങാനും ശ്രമിക്കുക. ബാക്കിയുള്ളവരുടെ പൈസയിൽ നിന്ന് കടമെടുത്തോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും മേടിക്കാതിരിക്കുക. പക്ഷേ 40 രൂപയ്ക്കൊക്കെ നല്ല കാറുകളുണ്ട്, നമുക്ക് ഓടിച്ച് കളിക്കാനൊക്കെ പറ്റുന്ന നല്ല കിട്ടിലം കാറുകളുണ്ട്. പിന്നെ പ്രീമിയം അല്ലാതെ പ്രോ കാർസ് എന്ന് പറഞ്ഞ് നമുക്ക് കോയിൻ വെച്ച് മേടിക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ അല്ലാതെ കുറച്ച് ക്രേറ്റ് വഴി കിട്ടുന്ന കുറേ സാധനങ്ങളുണ്ട്. അതിന് ഇഷ്ടം പോലെ കാറുകൾ, ഇഷ്ടം പോലെ എന്ന് പറയുമ്പം ഒരുപാടെന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഇതുപോലത്തെ കാറുകൾ ഞാൻ ആദ്യമായിട്ട് ഇത്രയും കാറൊക്കെ ഉള്ള ഗെയിം ഞാൻ കാണുന്നത്. പിന്നെ ഗെയിം പ്ലേയിലോട്ട് വരുവാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ആഡ് നമുക്ക് കാണേണ്ടതായിട്ട് വരും. അതായത് മൾട്ടിപ്ലെയർ മോഡൊക്കെ കളിക്കുന്ന സമയത്ത് ഒരു ആഡ് നമുക്ക് കണ്ടാൽ മാത്രമേ അതിനകത്തോട്ട് ലോഗിനാകാൻ പറ്റുകയുള്ളൂ. പിന്നെ എന്നെ അതിശയപ്പെടുത്തിയ ഒരു കാര്യമാണ് ഇന്നത്തെ ക്യാമറ ആംഗിൾസ് ഇഷ്ടം പോലെ ഉണ്ട്. ഒരു ആറെണ്ണം അടുപ്പിച്ചുണ്ട്. 6 ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നോർമൽ ക്യാമറ, നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാമറ. സെക്കൻഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വൈഡ് വ്യൂ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ ക്യാമറ എന്ന് പറയുമ്പോൾ നമുക്ക് വണ്ടിക്കകത്തിരുന്ന് കാണാൻ പറ്റുന്ന ടൈപ്പ് ക്യാമറയാണ്. പിന്നെ വരുന്നതാണ് ബെറ്റർ. നാലാമത്തേത് പറയുമ്പം ഒരു മുകളിൽ നിന്നുള്ള വ്യൂ ആയിരിക്കും. പിന്നെ 5-ാമത്തെയും 6-ാമത്തെയും ക്യാമറയാണ് കിട്ടില്ല. അതിൻ്റെ വ്യൂസ് ഞാൻ ഇപ്പം നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് 5-ാമത്തെ ക്യാമറയുടെ വ്യൂ. എന്താ അല്ലേ, സിനിമാറ്റിക് എന്ന് പറഞ്ഞാൽ പ്യുവർ സിനിമ എടുത്തു വെച്ചേക്കുന്ന കണക്കാണ് ഇതിനകത്ത് ഓരോ സീൻസും. ഓരോ കട്ട് സീനായിട്ട് നമ്മളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. നല്ല വെറൈറ്റി സാധനം. വെറൈറ്റി എന്ന് പറയുമ്പോൾ വളരെ മികച്ച ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. പിന്നെ 6-ാമത്തെ ക്യാമറയും സെയിമാണ്. പക്ഷേ നമുക്ക് ഇതിനകത്ത് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. നമുക്ക് കുറച്ച് ക്രിയേറ്റേഴ്സ് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് കിടിലമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ കൺട്രോളിങ്ങിൻ്റെ കാര്യത്തിൽ ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. കാര്യം നമുക്ക് വണ്ടി എങ്ങോട്ട് പോകുമെന്ന് അറിയാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ 6-ാമത്തെ ക്യാമറയുടെ വ്യൂസ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. എന്നാൽ 6-ാമത്തെ ക്യാമറ നമുക്ക് കുറച്ച് മോഷൻസ് അധികമാണ്. കാറിനടുത്ത് വെച്ച് നമുക്ക് ജസ്റ്റ് ഷൂട്ട് ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത്. പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പം റിവേഴ്സ് എടുക്കുമ്പോഴൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലോട്ടൊക്കെ പോകുന്ന സമയത്തേക്ക് ആദ്യമേ കാറിൻ്റെ അടുത്ത് നിന്നിട്ട് പിന്നെ പെട്ടെന്നൊരു വ്യത്യാസത്തിൽ മാറി വേറൊരു ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്ന കണക്കൊക്കെ തോന്നുന്നുണ്ട്. നല്ല കിടിലമാണ്. അതെന്തായാലും അത്യാവശ്യം നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു ക്യാമറ എഫക്റ്റ് തന്നെയാണ്. അത്യാവശ്യം കാർ കൺട്രോൾ ചെയ്യാനും കഴിയുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകളായിട്ട് നമുക്ക് എടുത്തു പറയാനായിട്ടുള്ളത്. എന്തൊക്കെയായാലും നല്ലൊരു ഗെയിമായിട്ട് എനിക്ക് തോന്നിയത്. ഒരു ഏകദേശം 900 MB അടുപ്പിച്ചാണ് ഡൗൺലോഡ് വരുന്നത്. ഒരു 900 MBക്ക് നമുക്ക് വെർത്തായിട്ടുള്ളൊരു ഗെയിമായിട്ടാണ് എനിക്ക് തോന്നിയത്.
വളരെ മികച്ച ഗെയിമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഗെയിമാണ്. നല്ല എക്സ്പീരിയൻസ് കിട്ടും നമുക്ക്. അത്യാവശ്യം വെറുതെ ഇരിക്കുന്ന ബോറടിച്ചിരിക്കുന്ന സമയത്തൊക്കെ കളിക്കാൻ പറ്റിയ നല്ലൊരു ഗെയിമായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, മറ്റുള്ളവരിലേക്ക് ഈ ഗെയിം എത്തിക്കുക. അതിലുപരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.